പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ, പുതിയൊരു ദിവസത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. അതിരാവിലെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് വിശ്വാസത്തോടെ ദൈവവചനം ഏറ്റെടുക്കുകയും ആ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആ വചനത്തെ ധ്യാനിച്ച് നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നതിന്, അതിനുള്ള കൃപ ദൈവം തരുന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം തിരുവചനം. ഉണർന്നു പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവത്തോടു കൂടിയായിരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഒപ്പം ദൈവമഹത്വം എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്ന് നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ മഹത്വം ഉദിച്ചിരിക്കുന്നു എന്ന് വചനം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് നമുക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം. കാരണം ഈശോ മോശയോടും എലീശായോടും ഒക്കെ കൂടെ നിന്ന സമയമാണ്. കർത്താവിൻ്റെ മുഖം ശോഭിക്കുന്നത് ശിഷ്യന്മാർ കാണുന്നുണ്ട്. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവസന്നിധിയിലായിരിക്കുന്ന വ്യക്തികളുടെ മുഖമായിരിക്കും മഹത്വപൂർണമായി ഉദിച്ചു നിൽക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ പ്രഭ ആ വ്യക്തിയിലും തെളിഞ്ഞു നിൽക്കും. ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ്. നീ ദൈവവചനം ശ്രവിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ നിമിഷം നിന്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഉദിക്കുക കൂടി ചെയ്യും. അത് ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെ എല്ലാവരെയും ഈശോയുടെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അവരാരൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല. നമ്മളൊന്ന് കർത്താവിനോട് പറഞ്ഞാൽ മാത്രം മതി, ദൈവം അത് സ്വീകരിക്കും. എല്ലാ മക്കളും യേശുവിൻ്റെ സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും യേശു ദൈവവും രക്ഷകനുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലം, അതിൻ്റെ തുടക്കമായി നമ്മളൊരു ഇവാഞ്ചലൈസേഷൻ തുടങ്ങുന്നു. 800 കോടിയിലധികം വരുന്ന മക്കളെ മുഴുവനും ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.